ARM ഇറങ്ങിയ ദിവസം മുതൽ ഞാനിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു ARM കാണാൻ പോകണമെന്ന്. അങ്ങനെ ഞാൻ, ഹണി, അപ്പു, ശരത്ത്, ജൽവി ഒക്കെ കൂടിയിട്ട് ARM കാണാൻ പോയി. കണ്ണൂർ അമ്പിളി തിയേറ്ററിലാണ് കാണാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കയറുന്നതിന് മുമ്പേ നമ്മൾ പപ്സും പിന്നെ കുറേ ജ്യൂസും എന്തൊക്കെയോ കഴിച്ചു. ശരത്തിൻ്റെ ബർത്ത്ഡേ കൂടെയാണ് ഇന്ന്. അതുകൊണ്ടാണ് നമ്മൾ ഫിലിമിനൊക്കെ പോയത് ഇന്ന് ദിവസം തന്നെ. അവരൊക്കെ അമ്പലത്തിലൊക്കെ പോയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ അമ്പലത്തിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് കുറച്ച് വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഈ ഫിലിം കാണാൻ പോയി. ഫിലിം ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. ആ ഒരു ഫിലിമിൻ്റെ ഹാങ് ഓവറിലാണ് ഞാൻ ഈ വീഡിയോയിലേക്ക് വോയിസും കൂടെ തരുന്നത്. അത്രയും എനിക്ക് മണിയൻ്റെ മാണിക്യം മൊത്തത്തിൽ ഫിലിം ഭയങ്കര ഇഷ്ടമായി. അത് കഴിഞ്ഞ് ഞങ്ങൾ കുൽഫി പോയിട്ട് ശരത്തിന് സർപ്രൈസായിട്ട് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കേക്കൊക്കെ വാങ്ങിച്ച് ഞാനും അപ്പവും വെയിറ്റ് ചെയ്തു. അതിന് ശേഷം ശരത്തും ഹണിയും ജൽവിയും വന്നു. ഞങ്ങൾ ആക്ച്വലി ജൽവിയും അപ്പവും പയ്യാമ്പലം ബീച്ചിൽ പോയിട്ട് കേക്ക് കട്ട് ചെയ്യാമെന്നൊക്കെയാണ് പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേങ്കിൽ ഞാൻ പറഞ്ഞു ഇത്രയും ദൂരെ പോയി വെയിലത്തൊക്കെ നിന്ന് കേക്ക് കട്ട് ചെയ്യാമെന്നൊക്കെ പറയുമ്പോൾ അയ്യോ വെയിൽ കൊള്ളാൻ കഴിയല്ലേ, ആ ഒരു മൂഡിലായിരുന്നു. നമ്മളിങ്ങനെ കേക്ക് വാങ്ങിക്കാൻ വേണ്ടി കുൽഫി കയറിയപ്പം ഞാൻ അവിടെ ചോദിച്ചു ഇങ്ങനെ ഇവിടെ നിന്ന് കട്ട് ചെയ്തുകൂടെ. അപ്പോൾ അവർ പറഞ്ഞു ആ ഓക്കെ ആണ്, കട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുൽഫിയിൽ നിന്ന് തന്നെ കേക്ക് കട്ട് ചെയ്തു. അവർ ശരത്തിൻ്റെ പേരൊക്കെ എഴുതി തന്നു. ശരത്ത് ഭയങ്കര നാണായിരുന്നു വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു. കേക്ക് കട്ട് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. ഞങ്ങൾ ഓർത്തില്ല ആ കേക്ക് കൊണ്ടുവരുന്ന വീഡിയോ. അപ്പോൾ ആ പയ്യൻ പറഞ്ഞു ഓക്കെ ഒന്ന് എടുത്തു തരുമോ, നമ്മൾ ആ പയ്യനോട് ചോദിച്ചു. അപ്പോൾ പയ്യൻ പറഞ്ഞു ഓക്കെ ഞങ്ങൾ കൊണ്ടുവരുന്ന പോലെ എടുത്തു തരാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവൻ കൊണ്ടുവരുന്ന പോലെയൊക്കെ വെച്ചു. ഞങ്ങൾ ഒരുപാട് തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് കേക്ക് കട്ട് ചെയ്യാനിരുന്നത്. ഇപ്പം ശരത്ത് എന്നിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തു. നമ്മളെല്ലാവരും കൂടെ അത് ഷെയർ ഇട്ട് കഴിച്ചു. നമ്മളെല്ലാവരും മീൻസ് കുറേ പേരൊന്നും ഇല്ലല്ലോ, ഞങ്ങൾ 5 പേരല്ലേ ഉള്ളൂ. ഇന്നത്തെ ഡേ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. പക്ഷെ രാവിലെ എഴുന്നേൽക്കേണ്ട വന്നു, കാരണം എനിക്ക് വീട്ടിൽ ചെറിയ പണിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് വേണമല്ലോ ഇവരുടെ കൂടെ പോകാൻ വേണ്ടിയിട്ട്. ഫിലിമാണ് മെയിൻ. ARM കണ്ടപ്പം 3Dയിൽ കണ്ടപ്പം ശരിക്കും 3D കാണണം എന്നുണ്ടായിരുന്നില്ല. 3Dക്ക് പകരം നമുക്ക് നോർമലി കണ്ടു കഴിഞ്ഞാൽ ഇതിലും ഭംഗിയുണ്ടാവുമായിരുന്നു. പക്ഷെ അത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഫിലിം തന്നെയാണ്. ഇന്നത്തെ ദിവസത്തിൽ ഏറ്റവും ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫിലിം തന്നെയാണ് ഏറ്റവും അടിപൊളിയായിട്ട്. പിന്നെ കേക്ക് കട്ടിങ്, ശരത്തിൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്തു. അവൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി ആ ഒരു ബർത്ത്ഡേ ബോയിൻ്റെ കൂടെ. അതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ഡേ ആയിരുന്നു. കാരമൽ കേക്കായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ജൽവി കുറേ ചളിയൊക്കെ അടിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. കുറേ കോമഡിയും ചിരിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇത് കഴിഞ്ഞ് ശരത്ത് പറഞ്ഞു പയ്യാമ്പലം ബീച്ചിൽ നിന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എന്തായാലും പയ്യാമ്പലം ബീച്ചിൽ പോയേ പറ്റുള്ളൂ. നട്ടുച്ചയ്ക്ക് പയ്യാമ്പലം ബീച്ചിൽ പോകാനുള്ള ഒരു മനസ്സുണ്ടായിരുന്നില്ല. അവിടെ ഞങ്ങൾ നേരെ പോയി സോഫ്റ്റ് ബിരിയാണിയൊക്കെ കഴിച്ചു. സാധാരണ ഞാൻ സോഫ്റ്റ് പോയാലും താഴെ മാത്രമാണ് ബിരിയാണി കഴിക്കാനൊക്കെ ഇരിക്കാറ്. ഇത്തവണ മേലെ പോയി. ഞാൻ ഫസ്റ്റ് ടൈമാണ് സോഫ്റ്റിൻ്റെ മേലെയൊക്കെ കാണുന്നത്. ബൈക്കിൽ തന്നെ ആയിരുന്നു യാത്ര, അതുകൊണ്ട് തന്നെ നടുവേദനയൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് ശരത്തിൻ്റെ ആഗ്രഹപ്രകാരം പയ്യാമ്പലം ബീച്ചിലും കൂടെ പോയിട്ടുണ്ടായി. പിന്നെ തിരിച്ചിട്ട് വേഗം തന്നെ തിരിച്ചു വന്നു. കാരണം എനിക്ക് ഡ്രൈവിംഗ് ക്ലാസ് ഉള്ളത് കൊണ്ട് അധിക ടൈം അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാൻസൊക്കെ തകരുമല്ലോ. എൻ്റെ ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകുന്ന കാര്യമൊക്കെ തകരും എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ പയ്യാമ്പലം കുറച്ച് സമയമൊക്കെ ഇരുന്നു. ഒരുപാട് ഫോട്ടോസ് അപ്പോൾ എടുത്തു തന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക്